ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് കടലക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ് കടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് തലേ ദിവസം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനിട്ടിരുന്നു. എന്നിട്ടിപ്പോൾ രാവിലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു സവാള അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, 3 അല്ലി വെളുത്തുള്ളി, ഒരു 10 ചെറിയുള്ളി, ഒരു തക്കാളി, ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്കിതിലേക്ക് ഒരു 4 ഗ്രാമ്പൂ, അതുപോലെ ഒരു 3 ഏലക്ക, 2 കറുവപ്പട്ട, ഇത്ര ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്ര നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ 1 ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക്, ഇത്ര ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരണ്ട, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. അവസാനം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. എന്നിട്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് തണുത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും അതിലുള്ള വെള്ളം എല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കടലയിൽ മാത്രമേ ഉപ്പിട്ടിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കാച്ചി ഒഴിക്കണം. അപ്പോൾ നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഇഷ്ടമുള്ളവർ അതിട്ട് കൊടുത്താൽ മതി. അതിലാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ
ഒരു 2-3 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടണേ. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.